പ്രസവം എന്നത് സ്ത്രീകൾ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആ എൻജോയ്മെന്റ് ഇന്ന് ഇല്ലാതെയാക്കിയത് ആശുപത്രികളായിരുന്നു. സാറേ അത് ഒരക്ഷരം വേണ്ടി പോരുത്. ആരാടോ തന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. സ്ത്രീകൾക്ക് പ്രസവം എൻജോയ്മെന്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. സ്ത്രീകളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താന്ന് താൻ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്, എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. എന്തൊരു മാനുഷിക വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് അഖിൽ മാരാർ താങ്കൾ ഈ പറഞ്ഞത്. സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? ഇപ്പോ നിങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ചു. എന്ത് കാര്യത്തിനാണത്? താങ്കൾ ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ളത് വേറൊരു കാര്യം. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യോ ജയിക്കല്ലേ അഖിൽ മാരാർ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതുകൊണ്ട് തന്നെ താങ്കൾ ജനപ്രതിനിധി ആകാതിരിക്കണമേ എന്ന് ഇന്ന് ഈ പ്രസ്താവനയോടുകൂടി ഞാൻ ആഗ്രഹിച്ചു. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഇത്തരം പൊട്ട അഭിപ്രായങ്ങൾ, ഇത്തരം ബുദ്ധിശൂന്യമായ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ദയവായി ശ്രമിക്കണം. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.